മനുഷ്യന്റെ ക്ഷമയ്ക്കും സഹനശക്തിക്കൊക്കെ ഒരു അതിരുണ്ട്. അതിപ്പോൾ വീണ ജോർജ് ആയാലും ശരിയാണ്. എന്നെ നിങ്ങളെ പോലെ മജ്ജയും മാംസവും ഉള്ള ഒരു മനുഷ്യ ജീവിയാണ് ശ്രീമതി വീണ ജോർജ്. അവർ CPM-ൽ സമീപകാലത്താണ് ചേർന്നത് എന്നുള്ളത് ശരിയാണ്. പൊതുപ്രവർത്തന പാരമ്പര്യവും അല്പം കുറവാണ് എന്നുള്ളത് സത്യമാണ്. വളരെ കാലം മാധ്യമ പ്രവർത്തകയായിരുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. രാഷ്ട്രീയത്തിൽ പുതുതായിട്ട് വന്നാണ് എന്ന് കരുതി അവരെക്കുറിച്ച് എന്തും പറയാം എന്ന് ഇവിടെയുള്ള മാധ്യമ പ്രവർത്തകരും മാധ്യമ മുതലാളിമാരും വിചാരിക്കുന്നത് തെറ്റാണ്. വളരെ കഷ്ടവുമാണ്. ഏതെങ്കിലും ഒരു ഡോക്ടർ രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നു വെക്കുന്നത് മന്ത്രിയുടെ കുറ്റം കൊണ്ടാണോ? മന്ത്രിയാണോ ശസ്ത്രക്രിയ നടത്തിയത്? മന്ത്രിയാണോ മറന്നു വെച്ചത്? അല്ലെങ്കിൽ മന്ത്രിയാണോ ഇവരെ ആരെങ്കിലും നിയമിച്ചത്? അതുമല്ല. ഇവരെയൊക്കെ നിയമിച്ചത് നഴ്സിനെ ആണെങ്കിലും ഡോക്ടർമാരെ ആണെങ്കിലും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ആണെങ്കിലും ഇവരെ നിയമിച്ചത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ്. നിയമന ഉത്തരവ് കൊടുത്തത് കേരള ഗവൺമെൻറ്റാണ്. അല്ലാതെ വീണ ജോർജിൻ്റെ വീടിൻ്റെ വടക്കേ പുറത്തുനിന്നല്ല ഈ ഏതെങ്കിലും ഒരാൾ നിയമിച്ചത്. ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറും അതിന് സഹായിച്ച നേഴ്സും ഇവരെല്ലാവരും തന്നെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ യോഗ്യരാണെന്ന് കണ്ടെത്തി നിയമിച്ചവരാണ്. അത് വീണ ജോർജ് ജനിക്കുന്നതിന് മുമ്പെന്ന് ഞാൻ പറയില്ല, എങ്കിൽ പോലും അവർ വാർത്താ അവതരണം തുടങ്ങുന്നതിന് മുമ്പ് നിയമിക്കപ്പെട്ടവരാണ്. രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് വളരെ മുമ്പ് നിയമിക്കപ്പെട്ടവരാണ്. അവർക്കാർക്കും ശമ്പളം കൊടുക്കുന്നത് വീണ ജോർജിൻ്റെ വീട്ടിൽ നിന്നല്ല, തറവാട്ടിൽ നിന്നുമല്ല, അവർക്ക് സ്ത്രീധനം കിട്ടിയ പൈസയൊന്നുമല്ല, പൊതുഖജനാവിൽ നിന്നാണ്. പൊതുഖജനാവിൽ നിന്ന് കാശ് വാങ്ങിച്ച് ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ച വന്നാൽ മന്ത്രിയെ കുറ്റം പറയുന്നതിൽ യാതൊരു കാര്യമില്ല. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ തകരാറാണ്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് പണ്ട് മുതലേ ഉള്ളൊരു സാധനമാണ്. വീണ ജോർജ് ഉണ്ടാക്കിയതുമല്ല, ശൈലജ ടീച്ചർ ഉണ്ടാക്കിയതുമല്ല, എന്തിന് VS ശിവകുമാർ ഉണ്ടാക്കിയതുപോലുമല്ല. അത് തിരുവിതാംകൂറിൽ രാജഭരണമുള്ള കാലത്ത് മുതൽക്കുള്ളതാണ്. രാജഭരണകാലത്താണ് മെഡിക്കൽ കോളേജ് തുടങ്ങാനുള്ള ആലോചന തുടങ്ങിയത്. ജനകീയ സർക്കാരിൻ്റെ കാലത്താണ് ആദ്യത്തെ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ സർക്കാർ ഉണ്ടാക്കിയത് പോലുമല്ല, തിരുമല ദേവസ്വംകാർ കൈകളിൽ നിന്ന് കാശുണ്ടാക്കി ആരംഭിച്ചതാണ്. അപ്പോൾ തിരുമല ദേവന്റെ കുറ്റം കൊണ്ടാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. താത്വികമായിട്ട് അതും ശരിയാണ്. തിരുമല ദേവസ്വൻ്റെ ഇന്ന് പിന്നീട് കേരള സർക്കാർ ഏറ്റെടുത്തു. കേരള സർക്കാരിന് അവർ ദാനമായിട്ട് കൊടുത്തു. എന്തോ ആണ്. അതുകൊണ്ടാണ് TD മെഡിക്കൽ കോളേജ് ആലപ്പുഴ എന്ന് പറയും. ആ മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഒരു കാര്യത്തിനും സർക്കാരിന് വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. ആശുപത്രി പ്രവർത്തിക്കുന്നത് വണ്ടാരത്തും പഠനം നടക്കുന്നത് നീർക്കുന്നത്തുമാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് എന്നാണ് പേര്. നമ്മുടെ ശ്രീമതി ടീച്ചർ മന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആലപ്പുഴയിൽ നിന്ന് വണ്ടാരത്തേക്ക് മാറ്റിയത്. അന്ന് വലിയ പുകലും പൂക്കാറൊക്കെ ഉണ്ടായതാണ്. പിന്നെ ടീച്ചർ ഒരു പിടിച്ച് അത് വണ്ടാനത്ത് കൊണ്ടുവന്ന് സ്ഥാപിച്ചാണ്. അവിടെ കൂടുതൽ ഡോക്ടർമാരെ നിയമിച്ചത് VS മന്ത്രിസഭയുടെ സമയത്താണ്. എല്ലാ മെഡിക്കൽ കോളേജിലും പുതിയ പോസ്റ്റുകൾ സാങ്ഷൻ ചെയ്തു. പക്ഷേ ഇവിടെ കുറ്റാരോപിതരായിട്ടുള്ള ഡോക്ടർമാരും മിക്കവരും തന്നെ UDF സർക്കാരിൻ്റെ കാലത്ത് നിയമിക്കപ്പെട്ടവരാണ്. അതിൽ കൈക്കൂലിക്കാരുമുണ്ട്, കൈക്കൂലി വാങ്ങിക്കാത്തവരുമുണ്ട്, മറവി രോഗമുള്ളവരുണ്ട്, ഇല്ലാത്തവരുമുണ്ട്. ആരുടെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ടാണ്, അശ്രദ്ധ കൊണ്ടാണ് ഈ സ്ത്രീയുടെ വയറ്റിൽ കത്രിക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപകരണം മറന്നു വെച്ചതെന്നുള്ള കാര്യം നമുക്കറിയില്ല. അതൊക്കെ അന്വേഷിച്ചാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതിന് ഈ മാധ്യമങ്ങൾ വീണ ജോർജിനെ കുറ്റം പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഈ സ്ത്രീയുടെ പരാതി അനുസരിച്ചാണെങ്കിൽ തന്നെ വീണ ജോർജ് മന്ത്രിസ്ഥാനം ഏൽക്കുന്നതിന് മുമ്പാണ് ഇങ്ങനെ ഒരു വീഴ്ച ഉണ്ടായത്, ഇങ്ങനെ ഒരു അപാകത സംഭവിച്ചത്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പാവ വീണ ജോർജിനെ ആക്ഷേപിക്കുകയും അവരുടെ വീട്ടുമുറ്റത്ത് റീത്ത് വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് എന്ത് മര്യാദകളാണ്? ഒരു സ്ത്രീയാണെന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാം? കോൺഗ്രസ്സുകാർക്ക് ഒരു മര്യാദ വേണ്ടേ? വീണ ജോർജ് പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ VD സതീശൻ പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ റീത്ത് വെച്ചത് എന്നുള്ളതാണ്. അത് ശരിയാവാനും ശരിയാവാതിരിക്കാനും സാധ്യതയുണ്ട്. MA ബേബി പറഞ്ഞിട്ടോ അല്ലെങ്കിൽ രവീന്ദ്രനാഥ് മാഷ് പറഞ്ഞിട്ടോ ആണല്ലോ പണ്ട് ഈ മഹാരാജ് കോളേജിലെ പ്രിൻസിപ്പളിൻ്റെ കസേര കത്തിച്ചത്. പിന്നെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ പ്രിൻസിപ്പൾ റിട്ടയർ ചെയ്ത് പോകുമ്പോൾ അവർക്ക് കുഴിമാടം ഒരുക്കി റീത്ത് വെച്ചു നോക്കി. അപ്പോൾ ആ നിലയ്ക്ക് ഇതും ശരിയാവാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇങ്ങനെ റീത്ത് വെച്ചാലൊന്നും പേടിക്കുന്ന ആളല്ല വീണ ജോർജ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏഷ്യാനെറ്റുകാർക്കും 24 ന്യൂസുകാർക്കും റിപ്പോർട്ടർ ചാനലുകാർക്കും ഒക്കെ ഇവരോട് അസൂയാണ്. എന്തിനും മനോരമക്കാർക്ക് പോലും പാവം വീണയോട് അസൂയാണ്. ഏതായാലും അങ്ങനെയൊന്നും ആര് വിചാരിച്ചാലും പേടിക്കുന്ന ആളല്ല വീണ ജോർജ്. അവർ ഓർത്തഡോക്സ് സഭയുടെ പ്രിയപുത്രിയാണ്. വീണ്ടും ആറന്മുളയിൽ മത്സരിച്ച് ജയിച്ച് ബെന്നിക്കൊടി പാലിക്കാനുള്ള ആളാണ്. എബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ നമ്മുടെ കർത്താവ് വീണ ജോർജിനെ മഹത്വപ്പെടുത്തും.
ഏഷ്യാനെറ്റുകാർ വിചാരിച്ചാലോ റിപ്പോർട്ടർ ചാനലുകാർ വിചാരിച്ചാലോ ഈവൻ മനോരമക്കാർ വിചാരിച്ചാൽ പോലും അവരുടെ സൽപ്പേരിന് യാതൊരു കളങ്കവും സംഭവിക്കുകയില്ല. അവർ ദൈവത്തിൻ്റെ പ്രിയപുത്രിയാണ്, ഓർത്തഡോക്സ് സഭയുടെ വീരസന്താനമാണ്. ആര് വിചാരിച്ചാലും അവരെ അപകീർത്തിപ്പെടുത്താനോ അവർക്ക് മനോവേദന ഉണ്ടാക്കാനോ സാധിക്കുകയില്ല. തന്വിയാണവൾ കല്ലൽ ഇരുമ്പല്ല എന്നെഴുതിയ കുമാരനാശാൻ പോലും ഇനി അദ്ദേഹത്തിൻ്റെ വരികൾ പുതിയ സന്ദർഭത്തിനനുസരിച്ച് മാറ്റി എഴുതേണ്ടി വരും എന്നാണ് എൻ്റെ വിശ്വാസം. കർത്താവിന് സ്തോത്രം.